വൺസ് അപ്പോൺ എ ടൈമിന്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ സ്വന്തം രമേശ് ചേട്ടനെ ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. രമേശ് ചേട്ടാ, വെൽക്കം ടു ദ ഷോ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. വൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2 ഇന്നത്തെ മിന്നും പ്രകടനത്തിനായി നമ്മുടെ പാർട്ടിസിപ്പന്റ് റെഡിയാണ്. തൃശ്ശൂരിൽ നിന്നും വന്ന അമൽ. ലെറ്റ്സ് വെൽക്കം അമൽ. എനിക്ക് ഞാൻ പൂനെന്നാണ് വരുന്നത്. അപ്പൊ ഒരു ലിസ്റ്റ് നമ്മുടെ CID മൂസയിൽ ദിലീപേട്ടൻ ലിസ്റ്റ് മെനു തുറക്കില്ലേ, അതേപോലത്തെ ഒരു സാധനം എന്റെ ഉണ്ടായി. ഞാൻ തരാം. പൂനെന്ന് ഹായ് പറയാൻ വേണ്ടിട്ട് ആൾക്കാർ തന്നിട്ടാണ്. അത് പഠിച്ചിട്ട് എപ്പോഴാന്ന് വെച്ചാൽ ഹായ് അതിന് തന്നാ മതി, ഞാൻ സ്വീകരിച്ചാണ് മൊത്തത്തില്. കാരണം സ്റ്റെഫിക്കല്ലേ പറയൂല, ഞാൻ കല്യാണം കഴിച്ചത് പൂനെ എന്നാണ്. അതുകൊണ്ട് പൂനെ മലയാളി അസോസിയേഷൻ എന്നെ ഒരു പ്രത്യേക താല്പര്യം ഉണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ. അതാണ് അവസരം. പൂനെയിൽ എവിടെയാണ്? ഞാൻ പിംപിരി എന്ന് പറഞ്ഞ സ്ഥലം. പിംപിരി, അവിടെ ഒരു സ്ഥലത്തിന്റെ പേരാ, നല്ല പിംപിരിയാ. പിംപിരി, ചിഞ്ചുവാട്, നികുതി, ചെറവറ. പിംപിരിയിൽ എന്ത് ചെയ്യുന്നു ഇപ്പം? ഞാൻ IT കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അപ്പൊ നാട്ടിലിപ്പോ എത്തിയത് ഇതിനു വേണ്ടി. സൂപ്പർ. അത് ഒന്നും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. വൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2ലേക്ക് കൃത്യമായ സ്വാഗതം. ഓൾ ദി ബെസ്റ്റ്. ഹലോ, നമസ്കാരം. എൻ്റെ പേര് അമൽ. ഞാൻ ആദ്യമായിട്ടാണ്, നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ഈ സ്റ്റേജിലൊക്കെ കയറണേ. അപ്പോൾ ഇവിടുന്ന് കയറി വരുമ്പോൾ എൻ്റെ ടെൻഷൻ മാറാനായിട്ട് ഞാൻ തന്നെ മനസ്സിലൊരു BGM ഒക്കെ ഇട്ടിട്ടാണ് വരണേ. പിന്നെ ഞാൻ എൻ്റെ സെറ്റ് ഞാൻ അമ്മയ്ക്ക് കേൾപ്പിച്ചു കൊടുത്തു വരണേൻ്റെ മുന്നേ. അപ്പം അമ്മ പറയാണ്, ഈ സാധനത്തിൽ എനിക്കൊന്നും മനസ്സിലാവണില്ല, കുറച്ച് സീരിയലിൻ്റെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യേ, അപ്പോൾ മനസ്സിലാവുന്നു. പക്ഷെ എനിക്ക് സീരിയൽ ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അമ്മ പറയാ, നിൻ്റെ സെറ്റിൽ രേഷ്മയുടെയും ശ്രുതിയുടെ ഒക്കെ പേരുണ്ടല്ലോ, അതെന്താ സംഭവം എന്ന്. അമ്മയോട് എന്ത് പറയാനാണ്, ഞാൻ അമ്മയുടെ ഒരു താല്പര്യത്തിന് വേണ്ടി സീരിയലൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. പക്ഷെ ആദ്യമായിട്ട് സ്വാതി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി എന്നെ ഡെയിലി വിളിക്കും. എന്താണെന്നറിയില്ല, ഡെയിലി ചേട്ടനെ വിളിക്കാറുണ്ടോ സ്വാതി? ഇല്ലല്ലോ, വിളിക്കില്ല. കാരണം ലോയൽറ്റിയാണ് സ്വാതിയുടെ മെയിൻ. സ്വാതി എന്നെ മാത്രമേ വിളിക്കുള്ളൂ. പക്ഷെ പണ്ടൊരു തീണ്ടായിരുന്നു രേഷ്മ എന്ന് പറഞ്ഞിട്ട്, അവൾ എന്നെ തേച്ചിട്ട് പോയി. അവൾ എന്നോട് പറഞ്ഞു, എനിക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു, പൂനെയിലത്തെ ഏറ്റവും വലിയ കാട്ടുകോഴിയാണ് നിന്റെ മുന്നിൽ നിൽക്കണേ, ധൈര്യമായിട്ട് ഓക്കെ എന്ന് പറഞ്ഞോന്ന്. അവളുടെ ഒപ്പം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പാട്ട് പാടും, ചുറാക്കിയ ദിൽ മേരാ ഗോറിയ ചെല്ലിന്ന്. അവൾ എൻ്റെ ഹൃദയം കട്ടുകൊണ്ട് പോയിന്ന്. പക്ഷെ പിന്നെയാണ് മനസ്സിലായേ, ഹൃദയമൊന്നും ആരും കക്കില്ല. 5 മാസത്തെ സാലറി, 10,000 രൂപയുടെ ഒരു ഹെഡ്സെറ്റ്. പിന്നെ പോണ പോക്കിന് എൻ്റെ ഒരു കൂട്ടുകാരനെയും കട്ടുകൊണ്ടിട്ടാ പോയി. എനിക്ക് ചെറുപ്പത്തിൽ വലിയൊരു ക്രിക്കറ്റർ ആവണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ എന്നോട് പലരും പറയും, നീയാണ് ഇവിടുത്തെ സച്ചിൻ. കാരണം ബാറ്റ് എൻ്റെ ഇല്ല, എൻ്റെ ബാറ്റാണ്. അവരെന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ബാറ്റായിട്ട് വീട്ടിൽ പോകും. എൻ്റെ വീട്ടിൽ ക്രിക്കറ്റ് കാണാമെന്ന് വെച്ചാൽ പാകിസ്ഥാനിലേക്ക് നുഴഞ്ഞു കയറിനേക്കാളും ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ അമ്മ അജാതി സീരിയൽ അഡിക്റ്റാണ്. അമ്മ 6:09 അമ്മ കുളിച്ച് കുറിയും തൊട്ട് വരും, ദേവി മഹാമായ മൂകാംബിക 4 5 എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ദേവി മഹാത്മ്യ സീരിയൽ വയ്ക്കും. പക്ഷെ എൻ്റെ വീട്ടിൽ അമ്മ സീരിയലിൻ്റെ iPhone 11 ആണെങ്കിൽ എൻ്റെ അച്ഛൻ iPhone 11 Plus Pro Max ആണ്. അച്ഛൻ വേറെ ലെവലാണ്. എൻ്റെ അച്ഛന് വർക്കുള്ളപ്പോൾ സീരിയൽ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അച്ഛൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, തേഴ്സ്ഡേക്കാണ് അവിടെ ലീവ്, വ്യാഴാഴ്ച വന്നിരുന്നിട്ട് ഒരാഴ്ചത്തെ ഫുൾ എപ്പിസോഡ് ഹോട്ട്സ്റ്റാറിൽ TV കാസ്റ്റ് ചെയ്തിട്ട് കാണും. അതാണ് അച്ഛൻ. എൻ്റെ കൂട്ടുകാർ വന്നിട്ട് പറയും, മോനെ ഇന്നലെ ഞാൻ ഈ സീരീസിൻ്റെ 3 എപ്പിസോഡ് രാത്രി ഇരുന്ന് കണ്ടുന്ന്. ഞാൻ പുച്ഛിച്ച് തള്ളും പോടാന്ന് പറഞ്ഞിട്ട്. എൻ്റെ അച്ഛൻ ഒരാഴ്ചത്തെ ഫുൾ എപ്പിസോഡ് ഇരുന്ന് കാണുന്നത്, വീട്ടിൽ നിന്നിട്ടാണ് നിൻ്റെ 3 എപ്പിസോഡ്. എൻ്റെ അമ്മ വേറെ ലെവലാണ്. എൻ്റെ അമ്മ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഉച്ചയ്ക്ക് ഫേസ്ബുക്കിൽ സീരിയലൊക്കെ അപ്ലോഡ് ആവും TV പറഞ്ഞിട്ട് മുമ്പേ. പക്ഷേ അതിൽ സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, വീഡിയോ ഉണ്ടാവില്ല. അമ്മ അതിരുന്ന് കാണും ആദ്യം. എന്നിട്ട് വൈകുന്നേരം 6 മണിക്ക് സീരിയൽ തുടങ്ങുന്നേക്കാളും മുമ്പേ ഹോട്ട്സ്റ്റാറിൽ ഇരുന്ന് കാണും. അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ അമ്മ പറയും, നേരത്തെ ഓഡിയോ മാത്രമല്ലേ കേട്ടുള്ളൂ, ഇപ്പോൾ വീഡിയോ കൂടിയും കാണാമെന്ന്. എന്നിട്ട് 7 മണിക്ക് TV ഓണാക്കും. TV ഓണാക്കിയിട്ട് അവിടെ പോയിട്ട് തയ്യൽ മെഷീൻ ഓണാക്കും, കുടുന്ന് പറഞ്ഞിട്ട്. ഞാൻ പറയും, അമ്മ നിർത്തിക്കൂടെ? അമ്മ പറയും, വേണ്ടാ ഞാൻ കേൾക്കുന്നുണ്ടെന്ന്. നേരത്തെ വീഡിയോ കണ്ടില്ല, ഇപ്പോൾ ഓഡിയോ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തോളാന്ന് പറയും അമ്മ. ആണ് അമ്മ. കഷ്ടം തോന്നും. പക്ഷേ ഈ സീരിയലിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സും യൂട്യൂബിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സും ഒരുവിധം സിമിലറാണ് ഞാൻ കണ്ടുപിടിച്ചത്. കാരണം യൂട്യൂബിൽ ആദ്യം വീഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവർ പതുക്കെ ആഡ് തുടങ്ങി, നമുക്ക് സ്കിപ്പ് ചെയ്യാന്നാക്കി. അത് കഴിഞ്ഞിട്ട് ഒരു ആഡ് ഫുള്ള് കണ്ടാലേ നമുക്ക് യൂട്യൂബിലെ വീഡിയോ കാണാൻ പറ്റുള്ളൂ. അടുത്ത് പിന്നെ 2 ആഡാക്കി. ഇപ്പോൾ ഇനി നാളെ അവർ പറയും, മോനെ നീ ഇന്നിരുന്ന ആഡ് കാണ്, നാളെ നിനക്ക് വീഡിയോ വെച്ചേരാന്ന് പറയും അവർ. അതെ, സീരിയൽ ആദ്യം 1/2 മണിക്കൂർ സീരിയലാണെങ്കിൽ ലാസ്റ്റത്തെ 5 മിനിറ്റ് മാത്രമേ ആഡ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു 15 മിനിറ്റ് സീരിയൽ, 15 മിനിറ്റ് ആഡ്, ആ ലെവലാക്കി ഇപ്പോൾ. പക്ഷേ ഇനി വരുന്നത് എന്തായിരിക്കും എന്നറിയോ? ഇനി വരുമ്പോൾ സീരിയൽ നടക്കുക,
തമ്പുരു ബിഹേവ് യുവർ സെൽഫ്, പോയിരുന്ന് പഠിക്കൂ. മമ്മി ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഓൺലൈൻ ക്ലാസ് ഒന്നും ഇല്ല, എന്ത് ചെയ്യണം? അവിടെ പോസ് എടുത്ത് ഓൺലൈനായിട്ട് CA CMA CPA എല്ലാം പഠിക്കാം. പിന്നെ എനിക്ക് ജോലിയൊക്കെ കിട്ടിയപ്പോൾ ഞാൻ IPL കാണൽ കുറച്ചു. IPL അല്ല, ക്രിക്കറ്റ് ഇൻ ജനറൽ കാണൽ കുറച്ചു. അപ്പൊ ആ സമയത്താണ് ഞങ്ങളുടെ ചെറുപ്പത്തിലെ ടീമിന്റെ ക്യാപ്റ്റൻ ഉണ്ട്, അജയ് ശാസ്ത്രി എന്നാണ് പുള്ളിയുടെ പേര്. അപ്പൊ ആ പുള്ളിക്ക് കല്യാണാലോചന വരുന്നുണ്ട്. ഈ പുള്ളി എന്ന് പറഞ്ഞാൽ വൺ സൈക്കോണ്. കാരണം ചെറുപ്പത്തിൽ ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ആരെങ്കിലും ഔട്ടായില്ലെങ്കിൽ ബോൾ എടുത്ത് തലയ്ക്ക് എറിഞ്ഞിട്ട് റിട്ടയർഡ് ആക്കും. അതേപോലെ പത്ര ഓഫീസിലൊക്കെ പോയിട്ടേ, ചേട്ടാ ഞാൻ എൻ്റെ വീട്ടിലേക്കുള്ള വഴി മറന്നു, എനിക്ക് ആ വഴി ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കും, സ്വന്തം വീട്ടിലേക്കുള്ള വഴി. അതേപോലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് റിലയൻസിന്റെ സ്റ്റോക്ക് ഇപ്പോൾ മേടിക്കാൻ പറ്റുമോ, കറക്റ്റ് സമയമാണെന്ന് ചോദിക്കും. ഇജ്ജാതി സൈക്കോണ്. ഈ പുള്ളി ഇടയിൽ സിനിമാ നടനാവണമെന്നൊക്കെ പറഞ്ഞിട്ട് ഹൈദരാബാദിലേക്ക് പോയിണ്ടായിരുന്നു. ഹൈദരാബാദിൽ പോയി വൻ ഷോ ഓഫ്, സിനിമാ നടനാവണമല്ലോ. അവിടെ ഭിക്ഷക്കാരി ഇരിക്കണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത്, എല്ലാവർക്കും 50 രൂപ വെച്ചിട്ട് കൊടുത്തു. എന്നിട്ട് അപ്പോൾ അവരും സന്തോഷമായി, അവർ പറഞ്ഞു മോനെ നിന്റെ എല്ലാ ആഗ്രഹവും നടക്കും എന്ന് പറഞ്ഞു. ഇപ്പൊ പുള്ളി പറയാം, ഞാനൊരു സിനിമാ നടനാവാൻ വന്നാ, ഞാൻ വലിയ സിനിമാ നടനായി കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വീണ്ടും വരുന്നു. അപ്പൊ അവര് പറയാ, കഴിഞ്ഞ വർഷം ഞാനും സിനിമാ നടനാവാൻ വേണ്ടി വന്നായിരുന്നു, എനിക്ക് വേണമെങ്കിൽ അവിടെ സ്ലോട്ട് ബുക്ക് ചെയ്ത് വെക്കാം, 5 മാസം കഴിഞ്ഞാൽ നീ ഇവിടെ വരും ഭിക്ഷ ഉണ്ടാൻ വേണ്ടിയിട്ടെന്ന്. ഇങ്ങനെ ഇരിക്കുമ്പോ പുള്ളിക്ക് കല്യാണം ഓക്കെ ആയി. പക്ഷെ പുള്ളിക്ക് വന്ന ഭാര്യ പുള്ളിയെക്കാളും വലിയ സൈക്കോ. വെള്ളം അടിക്കാൻ സമ്മതിക്കില്ല, വെള്ളം കൈ കൊണ്ട് തൊടാൻ സമ്മതിക്കില്ല, ആ ലെവലിൽ. എന്നിട്ട് ഈ പുള്ളി ബിസിനസ് ട്രിപ്പാന്നൊക്കെ പറഞ്ഞിട്ട് എവിടേക്കെങ്കിലുമൊക്കെ പോവും, വെള്ളം അടിക്കും. എന്നിട്ട് 1 ആഴ്ച 2 ആഴ്ച ഒക്കെ കഴിഞ്ഞിട്ട് വരുള്ളൂ. ഞങ്ങൾ കളിയാക്കും പുള്ളിനെ, ചേട്ടാ എന്തിനിങ്ങനെ ഭാര്യയാണ് പേടിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോണേന്ന്. പക്ഷെ പുള്ളിക്ക് അവസാനം ആശ്വസിക്കാൻ ഒരു കാര്യമുള്ളൂ, ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർ ആയിട്ട് ഭാര്യ പേടിച്ച് വെള്ളം അടിക്കാൻ ബിസിനസ് ട്രിപ്പ് അടിച്ച് നടക്കണ ആദ്യത്തെ ശാസ്ത്രി പുള്ളിയല്ലല്ലോ ഒന്ന്. താങ്ക് യു, ദാറ്റ്സ് മൈ സൈഡ്. അമൽ സൂപ്പർ ആയിരുന്നു കേട്ടോ, Thank you. ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. രമേശ് ചേട്ടാ, പ്രജോദ് ചേട്ടാ പറയൂ. അമലിന്റെ പല കാര്യങ്ങളും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമുക്ക് രസമായിട്ട് അമൽ പ്രസന്റ് ചെയ്തു. ഈ സീരിയൽ അഡിക്ഷൻ എൻ്റെ ഭാര്യയുടെ അമ്മയ്ക്കുണ്ട്. എൻ്റെ ഭാര്യയുടെ അമ്മ അമൽ പറഞ്ഞതുപോലെ 2ഉം 3ഉം തവണ ആവർത്തിച്ചെടുത്ത് പലതരത്തിൽ കണ്ടു നടക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ പരസ്യത്തിൻ്റെ കാര്യം ഇടയിൽ പറഞ്ഞല്ലോ, ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ സാധാരണ സീരിയൽ കണ്ട് ഭാര്യയുടെ അമ്മ ടെൻഷൻ അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പരസ്യം വരുമ്പോൾ ഇടയ്ക്ക് ടെൻഷൻ അടിക്കും. മറ്റ് പരസ്യങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെ ടെൻഷൻ അടിക്കുക. അപ്പൊ ഞാൻ ഇത് എന്തിനാ പരസ്യം വരുമ്പോ ടെൻഷൻ അടിക്കുന്നതെന്ന് ചോദിച്ചപ്പം, ഇപ്പൊ പരസ്യം കാണിക്കുമ്പോൾ മേളിൽ കൗണ്ട് ഡൗൺ ഉണ്ട് പുറകിലോട്ട്. ഇതിന്റെ ലാസ്റ്റ് പരസ്യം ആകുമ്പോൾ 8 സെക്കൻഡ് 9 സെക്കൻഡ് ഉള്ളപ്പോൾ പുള്ളിക്കാരത്തേക്ക് ടെൻഷൻ, അത് തീരുമ്പോഴത്തേക്ക് ഇത് തീരുമോന്ന്, ഇത് രണ്ടും തീരണമല്ലോ, ഇതിന്റെ ഒരു ടെൻഷൻ. എനിക്ക് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഈ ബസ്സിൽ കയറുമ്പോഴേ സ്റ്റാൻഡിൽ നിന്ന് അയ്മോദകം ഗുളിക വിൽക്കുന്ന ആൾക്കാർ കയറൂല്ലേ ഈ ബസ്സിൽ. അയ്യോ ഇവൻ ഇറങ്ങണതിന് മുമ്പ് ഈ ബസ് വിടുവോന്ന് ഓർത്ത് ഞാൻ ടെൻഷൻ അടിക്കുന്നു, ഈ പുള്ളി ഇറങ്ങുമോ. അല്ല, പ്രത്യേകിച്ച് സീരിയലിന്റെ പേരുകൾ ഇവർക്ക് മനപ്പാടം ആണല്ലോ. അപ്പൊ നമുക്ക് ഈ നോട്ട് നിരോധന സമയത്താണ് നമ്മൾ ഈ പഴയ നോട്ടുമായിട്ട് ബാങ്കിൽ പോകണം. അവിടെ ചെന്ന് മാനേജർ അമ്മയെടുത്ത് ചോദിച്ചു സീരിയൽ നമ്പർ പറയാൻ പറഞ്ഞപ്പോൾ അമ്മ 3 സീരിയൽ നമ്പറാണ് പറഞ്ഞു. കാണുന്ന എല്ലാ സീരിയലിന്റെ നമ്പറുകള് ഏത് ടീമാണ് ഏറ്റവും അധികം ഇഷ്ടം? RCB ആണോ? RCB ആണ്. അല്ല, ഗംഭീരമായി. കാരണം പൂനെ എന്ന് പറഞ്ഞപ്പോ ഞാൻ നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഞാൻ പ്രചോദനോട് ചോദിച്ചു, പുള്ളി RCBയുടെ ആളാണ്, നിങ്ങളോന്ന് ചോദിച്ചപ്പോ പുള്ളി പറയുക ഞാൻ OCR ആണ്. ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ നമ്മൾ CCLനൊക്കെ പോയപ്പോഴേ പിന്നെ ഒത്തിരി ക്ലാസ് ഉണ്ട്. നമ്മൾ അവിടെയാണ് ഇതൊക്കെ അറിയുന്നത്. നമുക്ക് മെൻ്റൽ പ്രഷറൊക്കെ വരുമ്പോൾ അതില്ലാതാക്കാനൊക്കെ ഉള്ള ഒരു ക്ലാസ്സൊക്കെ ഉണ്ട്. നിങ്ങളൊരു ക്യാച്ച് വരുമ്പോൾ ഈ ക്യാച്ച് വിട്ടാൽ നിങ്ങൾ പെട്ടെന്ന് ഡെസ്പാകരുത്. ആ ഡെസ്പാകാതിരിക്കാൻ നമ്മുടെ മൈൻഡ് പവർ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഒരു സാധനം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ ഈ ഹാൻഡ്സൊക്കെ തൂക്കിയിട്ട് ഒരു മാല ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുക, ഒരു ടാബ്ലറ്റ്, ഇത് കഴിക്കൂ, ടെൻഷൻ ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറേ നേരം കഴിഞ്ഞ് ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് പുള്ളിയുടെ എനിക്ക് ടെൻഷനായിട്ട് ഭയങ്കര ടെൻഷൻ. അപ്പോൾ വേറെ 2 പേരൊക്കെ കഴിച്ചു. ഞാൻ ചെന്ന് ചോദിച്ചു എനിക്ക് ആ ഗുളിക തരാമെന്ന്. ഞാൻ പുള്ളി പറയാം നിങ്ങളുടെ കളിയുടെ ടെൻഷൻ പൂത്ത് ആ ഗുളിക മുഴുവൻ ഞാൻ തിന്നുണ്ട്. എന്തായാലും വളരെ ഗംഭീരമായി, അടിപൊളിയായി, സൂപ്പർ. അതെ, എനിക്കും അതാണ് പറയാനുള്ളത്. സൂപ്പർ ആയിട്ട് പെർഫോം ചെയ്തു കേട്ടോ. അപ്പൊ അടുത്ത പ്രാവശ്യം വരണം, ഷുവർ അല്ലേ? നമ്മൾ കഴിഞ്ഞ സീസണിൽ നിന്നും ഇതിന്റെ ഒരു വെർഷൻ 2 ആരംഭിക്കുമ്പം നമ്മൾ ഏറ്റവും കൃത്യമായിട്ട് പ്ലാൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ തവണ നമ്മൾ ചെയ്തതിൽ നിന്നും നല്ലതൊക്കെ എടുത്തിട്ട് വേണ്ടാത്തതൊക്കെ അങ്ങോട്ട് കളയാം. വേണ്ടാത്തത് കളഞ്ഞ് നല്ലത് മാത്രം എടുത്തിട്ട് ഒരു പരിപാടി ചെയ്യാന്നാണ് നമ്മൾ ഞാൻ 100 ആഴ്ച നിങ്ങൾക്ക് നിങ്ങളെ പറ്റി ഇപ്പൊ പറഞ്ഞ് നാക്കെടുത്ത് വായിക്കാത്ത കിട്ടേ ഉള്ളൂ. നാക്കെടുത്തിന് വായിക്കാത്ത 2 പിഴിഞ്ഞിട്ട് വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലിടാൻ പറ്റും. മിക്കവാറും ഞാൻ ചിരിപ്പിച്ച് റേറ്റിംഗ് കൂട്ടി അമൃതാട്ടി ഒരു രക്ഷപ്പെടുത്തു തോന്നുന്നു. തന്നെ രക്ഷപ്പെടാൻ നോക്കുക കേട്ടോ ആദ്യം. പിന്നെ പിഷാരടി ഒരു 100 ആയുസ് എന്ന് പറഞ്ഞില്ലേ, പിന്നെ നല്ലതിനെ നിലനിർത്തും
എന്നെ ഉദ്ദേശമാണ് അത്. അല്ല, അതിന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു, ചീത്തകൾ കളഞ്ഞിട്ട് നല്ലത് നിലനിർത്തുന്ന ആ ആദ്യം പറഞ്ഞ സെക്ഷനിലാണ് ഞാൻ അവനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതങ്ങനെ തുഷാരടി ശരിയാകുന്നു. പുള്ളിയൊക്കെ കിടിലം കക്ഷിയല്ലേ. പുള്ളി അങ്ങനെയൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകാന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഷോ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കും? അറിയോ പുള്ളിനെ? പിന്നെ പുള്ളി ആരാ അറിയാതെ? ഒരു കിടിലം കക്ഷിയല്ലേ, കിടിലം പാർട്ടിയല്ലേ. പുള്ളിയുടെ വൈറൽ സംഭവം എന്നൊക്കെ പറഞ്ഞാൽ ഒരിടത്തൊരിടത്ത് ഓരോടത്തൊരിടത്ത് ഒരു കാക്കമ്മ ഉണ്ടായിരുന്നു. മാനത്ത് പറക്കുന്ന കാക്കനെ പിടിച്ചിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ട് കൊത്തണ കാക്കയെ ക്രൂരൻ കാക്കയെ കൂടെ വിടി. മാനത്ത് പറക്കണ കാക്കനെ പിടിച്ചിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ട് കൊത്തണ കാക്കയെ ക്രൂരൻ കാക്കയെ കൂടെ വിടി. അല്ലേ? ഇനി വൈറലാകാൻ പോകുന്ന സാധനം അടിപൊളിയായിട്ട്. ഇതിന് വൈറലാകും. സൂപ്പറാ. ഇത് ഇന്ന് ചെയ്ത് തകർക്കത് അടിപൊളിയായി. ഇത് ചെയ്യാൻ പോണ സാധനമൊന്നോ? ഇത് കഴിഞ്ഞ സീസണിൽ ചെയ്തിട്ട് പുള്ളി വൈറലായി എന്നും പറഞ്ഞിരിക്കുന്ന സാധനം നിങ്ങൾ കേട്ടിട്ട് പോലും ഇല്ല. ആവാൻ പോകുന്ന സാധനമാണ് ഇത്. അല്ല, ഞാനിത് ആദ്യമായിട്ട് കാണാം. ഇത് ഉഗ്ര സാധനം. ഞാനിത് ആദ്യമായിട്ട് കാണാം. ഇത് കഴിഞ്ഞ വേർഷനിൽ ഉണ്ടായിരുന്നു. ആണോ? അല്ല, ഞാൻ ശരിക്കും അങ്ങനെ കിട്ടിയില്ലല്ലേ ഉദ്ദേശിച്ചത്? അല്ലേ? അതെ, ഉദ്ദേശിച്ചത് ഏതാണെന്ന്? അല്ല, ഞാൻ ഇത് പക്ഷേ ഈ സാധനം ഞാൻ ആദ്യമായിട്ട് കാണാം. കിട്ടിലും കക്ഷി കേട്ടോ. ഇതൊക്കെ നമ്മൾ കീച്ചത് എപ്പ ഈ ഷോഹർ വൈറലായെന്ന് വെച്ചാൽ പോരെ. ഇതും പഴയതാ, കഴിഞ്ഞ സീസണിൽ പെട്ടതാ. ചുമ്മാ എന്നെ കളിയാക്കി. അല്ലെന്ന് ഇതൊക്കെ പഴയ സാധനങ്ങളാ. നിങ്ങൾ ഇതൊന്നും അപ്പൊ ഇതൊന്നും എന്ത് വർത്താനാണ് പറയണ പ്രജു? നിങ്ങൾ എന്റെ വൈറലായ എല്ലാ സംഭവം അറിയാന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ചെയ്യിച്ചത്. നാണം കിടന്നാ. ഹലോ, പ്രചോദനം നമ്മൾ പരിപാടിയിൽ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ട് വന്നിട്ടുള്ള ആളാണ്. പുള്ളിയോട് കുറച്ചുകൂടെ മാന്യമായിട്ട് പെരുമാറണം കേട്ടല്ലോ. അദ്ദേഹം നമ്മൾ ഗസ്റ്റ് ആണ്, അതിഥിയാണ്. അതിഥി ദൈവമാണ്. എന്റെ പൊന്ന് ദൈവമേ, എന്റെ വൈറലായ പാട്ട് ഏതാണെന്നൊന്ന് മൊഴിയാമോ? ഈ ഫ്ലോറിലിട്ട് എന്നെ ചിരിക്കാതെ. ഇത് മറ്റേ ഞാൻ ആ ദിവസം 5 മിനിറ്റ് കൊണ്ട് 102 സ്റ്റാറിനെ ചെയ്ത ആളില്ലേ? അതാ ഞാൻ. അത് 5 മിനിറ്റ് കൊണ്ട് 102 സ്റ്റാറിനെ ചെയ്ത ആളല്ലേ? സ്പോട്ട് ഡബിങ്. സ്പോട്ട് ഡബ് 102 സ്റ്റാറിനെ സ്പീഡ് ചെയ്ത. അതെ, രണ്ടായാലും നിങ്ങൾ വേറെ ചാനലിൽ വേറെ പരിപാടികളിൽ പോയിരിക്കുന്നതിൻ്റെ ഒരു ചെറിയ ദോഷം ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് പരിപാടി മാറി, ആളും മാറി കേട്ടോ. അതിങ്ങനല്ലത്. പിന്നെ മൊബൈലിലൊക്കെ നോക്കണം, വൈറലിനെ കാണിക്കാൻ. ഒരു കാര്യം പറയാം, നമുക്ക് ഈ കേസാണ് വിട്. ഞാൻ വേറൊരു തെളിവ് ഞാൻ കാണിച്ചു തരാം. ഈ പരിപാടിയിൽ റേറ്റിംഗ് എങ്ങനെയാണ്, എൻ്റെ ഇവിടുത്തെ ഇതെന്താണ്, നിലനിൽപ്പ് എന്താണെന്നുള്ള ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇത് ഇതിലിട്ടങ്ങനെ കമൻറ്റ് നോക്കിയത് എൻ്റെ ഈ പരിപാടിയുടെ ഇതാണ് കമൻറ്റ്. നിനക്ക് നിർത്തിക്കൂടാ ഈ ചീഞ്ഞ പരിപാടി, ചെളി എടുത്ത് കളടാ. ഈ ചെളി അടിച്ചടിച്ചല്ലാണ്ട് നിനക്ക് വേറെ പണിക്കോ കൂടെ, പണിയെടുത്ത് ജീവിക്കടാ. കേശവമാമ, ഞാനൊരു ചെറിയ കാര്യം പറയാം. കേശവമാമൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് വളർന്നു വരുമ്പോൾ പല ആൾക്കാരും ഇങ്ങനെയുള്ള മോശപ്പെട്ട കമന്റുകൾ ഇടും. അങ്ങനത്തെ കമന്റുകൾ കേട്ട് നമ്മൾ തളരരുത്. നമ്മൾ അങ്ങനത്തെ കമന്റുകൾ ഇഗ്നോർ ചെയ്ത് നമ്മൾ നമ്മളുടെ കർമ്മം ചെയ്ത് മുന്നിലേക്ക് പോവുക. ചേട്ടൻ അങ്ങനത്തെ കമന്റുകൾ ചേട്ടനെ പറ്റി വരുന്നത് വായിച്ചാൽ നിങ്ങൾ മൂഡ് ഔട്ട് ആയിപ്പോവും, നിങ്ങളുടെ പ്രതിഭ ഇല്ലാതായിപ്പോവും, നിങ്ങൾക്ക് നെഗറ്റീവ് അടിക്കും, ഡാർക്ക് അടിക്കും. അതുകൊണ്ട് അങ്ങനത്തെ കമന്റുകൾ വായിച്ച് നിങ്ങളെ പറ്റി ആരെന്ത് എഴുതിയാലും നിങ്ങൾ ശക്തമായിട്ട് മുന്നിലേക്ക് വരണം. എന്റെ മനുഷ്യ ഇത് എന്നെ കുറിച്ചല്ല, ഇത് പിഷാരടിനെ കുറിച്ചാണ് ഈ കമന്റ് വന്നേക്കണം. കേശവൻ മാമൻ പൊളിയാണ്, പിഷാരടി ഒന്ന് നിർത്തിപ്പോയിട്ടുണ്ട്. അതാരാ ഇട്ടേക്കുന്നത്? അതാരാ ഇട്ടേക്കുന്നത്? കൊതുകടിച്ച് മരിച്ചവൻ, അങ്ങനെ പേര് കൊടുത്ത. കൊതുകടിച്ച് മരിച്ചവൻ. കേശവൻ മാമനാണ് ഈ ഷോയുടെ ഐശ്വര്യം. പിഷാരടി എന്ത് തോൽവിയാണ്. അത് ആനക്ക് നിക്രടിച്ചവൻ. പിന്നത്തെ ഇതൊക്കെ മതി, ഇനി വായിക്കണ്ട. ഈ കൊളപ്പുള്ളി അപ്പൻ ആനക്ക് നിക്രടിച്ചു എന്നൊക്കെ പറയുന്നത് ഫേക്ക് ഐഡികളാണ്. അതെ, ആരോ ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് എനിക്കെതിരെ പ്രവർത്തിച്ചതാണ്. അതിവിടെ വന്ന് വായിച്ച് നാണം കെടുത്താൻ പറ്റൂല കേശവമാമ. കേസ് കൊടുക്കണം. ഞാൻ കേസ് കൊടുക്കും. ഞാൻ സൈബർ സെല്ലിൽ കേസ് കൊടുക്കും. ഞാൻ സൈബർ സെല്ലിൽ കേസ് കൊടുക്കും. നല്ലതിനെടുത്തിട്ട് മോശത്തിനായിട്ട് കളഞ്ഞാ പോരെ? നല്ല കാര്യങ്ങൾ അല്ല, അങ്ങനെയല്ല. നല്ലതിനെടുത്ത് മോശത്തിന് എന്ന് പറഞ്ഞാൽ അത് ആരോഗ്യപരമായ ഒരു പറച്ചിലല്ല, അത് ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് പറയുന്നതാണ്. അത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ സൈബർ സെല്ലിൽ പരാതി കൊടുക്കും. ഈ ഫേക്ക് ഐഡി ഉണ്ടാക്കിയവരെ ഞാൻ അറസ്റ്റ് ചെയ്യിച്ചിരിക്കും. എന്തിനേ ഒഴിവാക്കിക്കൂടെ? ശാപം കിട്ടൂല അങ്ങനെ കൊടുത്താൽ. എന്ത് ശാപം കിട്ടാൻ? അങ്ങനെയുള്ളവരെ നമുക്ക് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. ശാപമൊന്നും കിട്ടത്തില്ല. അല്ലെന്ന് ഉറപ്പായിട്ട് അയാളെ പിടിക്കും. ഇങ്ങനെ ഐഡിയ ഉണ്ടാക്കിയവനെ ഉറപ്പായിട്ടും പിടിപ്പിച്ചിരിക്കും. അയാൾ അകത്ത് കിടന്ന് ഉണ്ടതിനും ഇടിയും കിട്ടും. നല്ല ഇടി കിട്ടും. നല്ല ഇടി കിട്ടും. പിരാക്ക് കിട്ടിക്കോട്ടെ, അത് നമുക്ക് പ്രശ്നം. ഞാൻ അറിയാണ്ട് ചെയ്തു പോയതാ.
ഡിലേറ്റ് ആക്കി തരാമോ? ഡിലേറ്റ് ആക്കാൻ പറ്റും. എന്തോ ഡിലേറ്റ് ആക്കാൻ പറ്റും. നിങ്ങളുടെ ഐഡിയിൽ നിന്ന് തന്നെ കേറിയിട്ട് ഡിലീറ്റ് ചെയ്താൽ മതി. അത് നന്നായിരിക്കും കേട്ടാ. സൈബർ സെല്ലിൽ കൊടുത്തേനെ കേട്ടാ. ഓക്കെ സാരില്ല കേട്ടോ. കുഴപ്പമില്ല. ഓക്കെ ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കും പിഷാരടി. ആ എനിക്ക് കുഴപ്പമില്ല, നമുക്ക് ഡീലായിട്ട് പോവാം. അപ്പൊ കേശവ മാമ, മേലാൽ കൊതുക് കടിച്ച് മരിച്ചവൻ, ആനയ്ക്ക് നിക്കറിടിച്ചവൻ എന്നൊക്കെ പറയുന്ന ഫേക്ക് ഐഡിയകൾ ഉണ്ടാക്കിയിട്ട് ഒരു ഐഡിയയും എന്റെ വശം ഉണ്ടാവില്ല. ഉണ്ടാവരുത്, തെറ്റ് ചെയ്യരുത് കേട്ടല്ലോ. ഒന്നും ചെയ്യില്ല. ഓക്കെ ഓക്കെ മാമ ടാറ്റാ. ഓക്കെ ഏട്ടാ. പിഷാരുടെ ആ പിഷാരുടെ പോസ്റ്റിന്റെ താഴെ ആ നിന്റെ മുട്ടുകാല് തല്ലുപിടിക്കും പറഞ്ഞ് ഒരുത്തൻ കമന്റ് ഇട്ടല്ലേ? അല്ല, എന്റെ പോസ്റ്റിൽ ആരാ ഏത് പേരിലാ കമന്റ് ഇട്ടേക്കുന്നത്? ആ തുമ്പിക്ക് ഹെൽമെറ്റ് വെച്ചെന്നും പറഞ്ഞിട്ട്. തുമ്പിക്ക് ഹെൽമെറ്റ് വെച്ചവൻ എന്റെ കാല് തല്ലി പിടിക്കുന്നു പറഞ്ഞ എന്റെ പോസ്റ്റിലോ? ആ കണ്ടിരുന്നാ? ഇല്ല, ഞാൻ അതിന്റെ പോസ്റ്റ് കണ്ടിട്ടില്ല, കമന്റ് കണ്ടിട്ടില്ല. ഇല്ല ഇല്ല. ഓ ഭാഗ്യം. വൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2 ഇന്നൊരു വെറൈറ്റി പെർഫോമൻസുമായി തൊടുപുഴയിൽ നിന്നും ജോമറ്റ് വരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ജോമറ്റ് ഫ്രം തൊടുപുഴ. വെൽക്കം ചേട്ടാ. താങ്ക് യു. എന്തൊക്കെയാണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടാണോ? അതെ, തീർച്ചയായും. റെഡി, കോൺഫിഡൻസ് ആണ്. അതെ, ഓക്കെ, നമുക്ക് അപ്പൊ നമ്മുടെ ജഡ്ജസിനോടൊന്ന് ചോദിക്കാം. രമേശ് ചേട്ടാ. ജോമറ്റ് ഭായി, എന്തോ നമ്മൾ താർക്കാൻ പോവാണ്. തീർച്ചയായും. തൊടുപുഴയിൽ എവിടെ സ്ഥലം? തൊടുപുഴ മടക്കത്താനെന്ന് പറയും. മടക്കത്താനം. എന്ത് ചെയ്യുന്നു ജോമറ്റ് ഇപ്പം? ചെറുതായിട്ട് മിമിക്രിയൊക്കെ ചെയ്യായിരുന്നു. ആ ചെറുതായിട്ട് മിമിക്രി ചെയ്യാന്ന് പറഞ്ഞാൽ അത് എങ്ങനത്തെ ഒരു മിമിക്രിയാണത്? നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുള്ള മിമിക്രി അത്രേ ഉള്ളൂ. ചെയ്യുമായിരുന്നു. അത് പൊതുസ്ഥല പരിപാടികൾക്കൊക്കെ പങ്കെടുത്ത് ചെയ്യുമായിരുന്നു. പൊതുവെ പുറത്ത് പ്രോഗ്രാമിന് പോകുമായിരുന്നു. പിന്നെ ചാനലിൽ ചെറിയ പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ട്. ഉവ്വ. എന്ത് പറ്റിയതാണ് കാലിന്? ഞാൻ വീണതാ, ടെറസിന്റെ മേളിൽ നിന്ന് വീണതാ. എത്ര വയസ്സുള്ളപ്പം? 23 വയസ്സുള്ളപ്പോൾ. 23 വയസ്സിൽ ടെറസിൽ എന്തിനു കയറിയതാണെന്ന്? ടെറസിലെ ജോലിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന 2ാം നിലയിലായിരുന്നു. അപ്പോൾ അവിടെ ഈ അരപ്രൈസിൽ കയറി ഇരുന്നതാ. താഴോട്ട് മറിഞ്ഞു പോയി. അയ്യോ. അങ്ങനെ സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയി. അപ്പോൾ അതിന് ചെസ്റ്റിന് താഴോട്ട് തളർന്നു പോയി. ആ വീഴ്ചയിലാണ് തളർന്നു പോയത്. പിന്നെ നമ്മുടെ മിമിക്രിയും പരിപാടികളും തമാശകളിലോട്ടൊക്കെ ഇങ്ങനെ തീർച്ചയായും ഒരു 6 വർഷമായിട്ട് കിടപ്പിൽ തന്നെയായിരുന്നു. അതിനുശേഷം ഫ്രണ്ട്സ് എല്ലാം സപ്പോർട്ട് ചെയ്ത് നീ ഇങ്ങനെ കിടക്കേണ്ട ആളല്ല എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് വീണ്ടും മിമിക്രിയിലോട്ട് തിരിച്ചു വന്നു. അതെ, അത് വന്നതിന് ശേഷം, അതിന് മുമ്പുള്ള 6 വർഷവും ഇത് തുടങ്ങിയതിന് ശേഷമുള്ള 6 വർഷത്തെയും വ്യത്യാസം വളരെ വലുതല്ലേ? തീർച്ചയായും. വലിയൊരു കോൺഫിഡൻസും തീർച്ചയായും ഒരു വലിയ സുഖമുള്ള കാര്യമല്ല തമാശകൾ പറയുകയും ചിരിപ്പിക്കാനൊക്കെ തുടങ്ങുമ്പോൾ. അതെ. ഓക്കെ, വെരി ഗുഡ് അല്ലേ ബ്രോ ചേട്ടാ? മറ്റേ ഇതിൽ വന്നതിന് ഒരു ഹൃദയം നിറഞ്ഞ കൈയടി തരികയാണ്. അതേ ചേട്ടാ. താങ്ക് യു. കാരണം ഇതൊരു വലിയ സന്ദേശമാണ്. നമ്മൾ തളരില്ല, നമ്മൾ എന്തിനെ അതിജീവിച്ചുകൊണ്ട് മുമ്പോട്ട് വരും എന്നുള്ളൊരു സന്ദേശം കൂടിയാണ്. കാരണം ഈ കോമഡികൾ കേട്ട് നമ്മൾ വന്നു. ആ ഫേസ് കാണുമ്പോൾ അറിയാം നല്ല ഹാപ്പി മൂഡിലാണ് ആൾ വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങളും സന്തോഷിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്, അടിച്ചു പൊളിക്കുക. അതേ പറഞ്ഞു ചേട്ടാ. എനിക്ക് കരയാനല്ല ഇഷ്ടം, ചിരിക്കാനാണ് ഇഷ്ടം. പോസിറ്റീവായിട്ട്. അപ്പൊ പോസിറ്റീവായിട്ട് നമുക്ക് തുടങ്ങാം. ആ ഒരു പോസിറ്റീവ് വൈബ് ഞങ്ങൾക്ക് എല്ലാവർക്കും തരൂ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, നമസ്കാരം. എൻ്റെ പേര് ജോമറ്റ്. തൊടുപുഴയ്ക്കടുത്ത് മടക്കത്താനം എന്ന് പറയുന്ന കൊച്ചു സ്ഥലത്താണ് ഞാൻ വരുന്നത്. വിദ്യാഭ്യാസ കാലം മുതൽ വിവാഹം വരെയുള്ള കാലഘട്ടമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മനോഹരമായ കാലഘട്ടം എന്ന് പറയുന്നത്. പണ്ട് എൻ്റെ അമ്മ എന്നെ സ്കൂളിൽ കൊണ്ടുപോകുന്നത് ഒന്നുകിൽ എടുത്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ റോഡിൻ്റെ സൈഡിൽ കൂടെ കൈ പിടിച്ച് നടത്തിക്കൊണ്ട് പോകും. പക്ഷേ ഇപ്പോഴത്തെ അമ്മമാർ അങ്ങനെയല്ല. ഇപ്പോഴത്തെ അമ്മമാർ വെളുപ്പിന് 6 മണിയാകുമ്പോൾ കുട്ടികളെ എഴുന്നേക്കടാ എന്ന് പറഞ്ഞ് ഊട്ടിയിട്ട് വിളിക്കാൻ തുടങ്ങും. ഇനി എഴുന്നേറ്റ് കഴിഞ്ഞാലോ കുളിക്കാനും പല്ല് തേപ്പിക്കാനും ആയിട്ടുള്ള ഒരു ഗുസ്തിയാണ്. ഈ ഗുസ്തി കഴിഞ്ഞിട്ട് പാൻ്റ് ഇടിക്കുന്നു, ഷൂ ഇടിക്കുന്നു, ഷർട്ട് ഇടിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു 4 ബിസ്ക്കറ്റും 1 ഗ്ലാസ് പാലും അമ്മ അങ്ങ് വെച്ച് കൊടുക്കും. ഇത് കഴിച്ചു കഴിയുമ്പോൾ ഈ കഴിച്ചു വന്ന് ഒരു കാരണവശാലും മേളിക്കടെ പുറത്ത് വരരുതെന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തേൽ ഒരു കെട്ട്, കൈ താഴെ ഒരു കെട്ട്, ബെൽറ്റ്. ഇത് കഴിഞ്ഞിട്ട് കൊച്ചിനെ എടുത്തിട്ട് അമ്മ സ്കൂളിലോട്ട് ഒറ്റ ഓട്ടമാണ്. ഈ ഓടുമ്പോൾ വീണ്ടും മുമ്പ് ചെന്നുമ്പോഴത്തേക്കും മഞ്ഞ കളറിൽ പെയിൻ്റ് അടിച്ച പിള്ളേരുടെ ലോഡിങ് വണ്ടി വന്ന് നിൽക്കും. ആ ലോഡിങ് വണ്ടിയിലിട്ട് കൊച്ചുങ്ങൾ തള്ളി വിട്ടിട്ട് അമ്മയുടെ വരെ ഡയലോഗുണ്ട്. അമ്മയുടെ ചക്കരയല്ലേ, പഞ്ചാരല്ലേ, അമ്മയ്ക്ക് ടാറ്റ പറഞ്ഞേ. ഇനി ഇത് കഴിഞ്ഞിട്ട് സ്കൂളിൽ ചെന്നാലോ അവിടെ പഠിക്കാനുള്ള തിരക്കാണ്. എൻ്റെ വീടിനടുത്ത് ബിജു എന്ന് പറഞ്ഞൊരു ചേട്ടനും സന്തോഷ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. രണ്ടുപേർക്ക് ഒരേ പ്രായത്തിലുള്ള കുട്ടികളും ഉണ്ട്. അവർ ഒരുമിച്ച് ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്, ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ രണ്ടുപേർക്കും ഒരുമിച്ച് പരീക്ഷ കിട്ടും.
ഈ പരീക്ഷ ഇട്ടപ്പം ഇതിനകത്ത് ഒരു കുട്ടി തോറ്റുപോയപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ അച്ഛനമ്മമാർ കാരണം ചോദിക്കുമല്ലോ. അച്ഛൻ ഈ തോറ്റ കുട്ടിയോട് ചോദിച്ചു, ഡാ നീ അപ്പുറത്തെ വീട്ടിലെ ഉണ്ണി ഒരേ ക്ലാസ്സിലല്ലേ പഠിക്കണേ? അതെ അച്ഛേ. നിങ്ങൾ രണ്ടുപേരും ഒരേ ടീച്ചർമാരല്ലേ പഠിപ്പിക്കണേ? അതെ അച്ഛേ. എടാ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ചില്ല പരീക്ഷ ഇട്ടേ? അതെ അച്ഛേ. പിന്നെ നീ മാത്രം എങ്ങനെയാ തോറ്റുപോയേ? അപ്പം ഈ കൊച്ചിന് പെട്ടെന്ന് എന്നാ പറയണമെന്ന് പിടുത്തം കിട്ടിയില്ല. പുള്ളി ഒരു മിനിറ്റ് ആലോചിച്ചിട്ട് പറഞ്ഞു, അച്ഛേ ഇനി ഞങ്ങളുടെ രണ്ടുപേരുടെ അച്ഛന്മാർ വേറെ ആയതുകൊണ്ടാണോ ഞാൻ തോറ്റത്? ഈ പണ്ട് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു 3-4 കിലോമീറ്റർ ബസ് കയറി പോകണമായിരുന്നു. അടുത്ത സ്കൂളിലായിരുന്നു. അപ്പോൾ ഞാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടി ബസ് കയറാനായിട്ട് പോകും. അപ്പോൾ ബസ് കയറേണ്ട ബസ് സ്റ്റാൻഡ് ചെന്ന് കഴിയുമ്പോഴത്തേനും ഈ കണ്ടക്ടർക്ക് ഈ ST ഉള്ള പിള്ളേരെ കാണുമ്പോൾ കലിപ്പ. അപ്പോൾ ഈ പ്രൈവറ്റ് കണ്ടക്ടർ ഞങ്ങളുടെ ചോദിക്കും, അതെ ചില്ലറുള്ളൊരു മാത്രം കയറിയാൽ കേട്ടാ എന്ന് പറയും. അപ്പം ഇത് സ്ഥിരം ഇങ്ങനെ ചോദിക്കും. അപ്പം ഞങ്ങൾ ഇങ്ങനെ എൻ്റെ കൂട്ടുകാർ ഇത് സ്ഥിരം ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഒരു കൂട്ടുകാരന് ഒരു ദിവസം കലിപ്പായി. പുള്ളി ഈ കണ്ടക്ടറോട് ചോദിച്ചു, രാവിലെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബസ് കയറി ചെന്നപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ കണ്ടക്ടറോട് ചോദിച്ചു, ചേട്ടൻ്റെ കയ്യിൽ ചില്ലറ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കണ്ടക്ടർ ഇല്ല, എന്നാൽ ചേട്ടൻ ആദ്യം ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അപ്പോൾ ഈ +2 കോളേജ് കാലഘട്ടത്തിലാണ് സാധാരണ നമുക്ക് പ്രണയവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക അല്ലേ? 6ാം ക്ലാസ്. അപ്പോൾ ഈ +2 കോളേജ് കാലഘട്ടത്തിൽ നമുക്ക് പ്രണയം ഉണ്ടാകുമ്പോൾ ഈ പ്രണയിക്കുമ്പം പ്രണയത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ആമ്പിള്ളേർ എന്ന് അവരുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് എന്നാ പറയണമെന്നറിയോ? അളിയാ അവൾ 2 ദിവസമായിട്ട് മിണ്ടണില്ല, ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല, ചിരിക്കണില്ല എന്നൊക്കെ പറയും. എന്നാൽ നേരെ മറിച്ച് പെൺകുട്ടികളാണ് അവരുടെ ഏറ്റവും അടുത്ത ബെസ്റ്റ് ഫ്രണ്ടിനോട് എന്ത് പറയണമെങ്കിൽ പെൺകുട്ടികൾ എന്നാ പറയണേ, ഈ ഫ്രണ്ട് എന്നാ പറയണമെന്ന് അറിയാം ഏറ്റവും അടുത്ത കൂട്ടുകാരി, എടീ നിനക്ക് അങ്ങനെ തന്നെ വേണം, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞല്ലേ ആ വൃത്തികെട്ടനെ വിശ്വസിക്കല്ലെന്ന്. ഇതാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഈ കൂടുതൽ അമ്പലത്തിലും പള്ളിയിലൊക്കെ ഒരുപാട് വഴിപാട് നേർച്ചയൊക്കെ ആയിട്ട് പോകുന്ന കൂടുതൽ സ്ത്രീകളാണ്. കാരണം അവർക്ക് ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. നല്ല ഭർത്താവ് വേണം, നല്ല ജോലിയുള്ള ഭർത്താവായിരിക്കണം, നല്ല അമ്മായിയമ്മ വേണം, അങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ പ്രാർത്ഥന. ഒരുപാട് പ്രാർത്ഥനകളായിരിക്കും. പക്ഷെ കല്യാണത്തിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് പുരുഷന്മാരായിരിക്കും. കാരണം സ്ത്രീകളെ പോലെ ഒരുപാട് പ്രാർത്ഥന ഒന്നുമില്ല, അവർക്ക് ഒറ്റ പ്രാർത്ഥന ഉണ്ടാവുള്ളൂ, എൻ്റെ ദൈവമേ എൻ്റെ ഭാര്യയുടെ മക്കടത്തും ജീവിക്കാനുള്ള ശക്തി തരണേ എന്നൊരു ഒറ്റ പ്രാർത്ഥന. പിന്നെ ഈ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഭയങ്കര സ്നേഹവും കാര്യങ്ങളായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല, നല്ല സ്നേഹമായിരിക്കും അങ്ങോട്ടും കൊടുക്കും. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ അടുത്തിടെ കല്യാണം കഴിച്ചു. അപ്പോൾ അവരുടെ പ്രണയവിവാഹമായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഭാര്യ അവരോട് ചോദിച്ചു, ചേട്ടാ നമ്മൾ പ്രണയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചേട്ടൻ എന്നെ ഇതിലേക്ക് ചുറ്റി കാണിക്കാൻ കൊണ്ടുപോയി, പാർക്കിൽ കൊണ്ടുപോയി, ബീച്ചിൽ കൊണ്ടുപോയി, മൂന്നാർ കൊണ്ടുപോയി, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എന്താ ചേട്ടാ ചേട്ടൻ എന്നെ ഒരു സ്ഥലത്തും ചുറ്റി കാണിക്കാൻ കൊണ്ടുപോകാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഭർത്താവ് പറയണേ, എടീ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആരെങ്കിലും പ്രചരണം നടത്തുമെന്ന്. അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ് നമ്മുടെ ഇതുപോലെ സുഹൃത്ത് പുള്ളിക്ക് വേറെ കുഴപ്പമുണ്ട്, പുള്ളി 2.5 അടിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ പുള്ളി 2.5 അടിച്ചു കഴിഞ്ഞാൽ വേറൊരു പ്രശ്നം കൂടി ഉണ്ട്, പുള്ളി ഭയങ്കര റൊമാൻറ്റിക് ആക്കുന്നത് വേറെ ആരോടും അല്ല കേട്ടോ, സ്വന്തം ഭാര്യയോട് തന്നെയാണ്. അപ്പോൾ റൊമാൻറ്റിക് കഴിഞ്ഞാൽ പുള്ളി ഭയങ്കര ഒരു ദിവസം ഇങ്ങനെ 2.5 അടിച്ച് റൊമാൻറ്റിക് ആയ സമയത്ത് പുള്ളിക്കാരൻ്റെ ഭാര്യയോട് പറഞ്ഞു, എടീ ഷാജഹാൻ ചക്രവർത്തി മുംതാസിന് വേണ്ടിയിട്ട് താജ്മഹൽ കെട്ടിക്കൊടുത്തു, നിനക്ക് ഞാൻ ഇതിലും വലിയ കൊട്ടാരം കെട്ടിത്തരൂടി മുത്തേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടിട്ട് ഭാര്യ പറയണം, എൻ്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ കൊട്ടാരം ഒന്നും കെട്ടിയില്ലെങ്കിലും വേണ്ടില്ല, നിങ്ങൾ ഉടുത്തിരിക്കുന്ന മുണ്ടും മര്യാദയ്ക്കൊന്ന് കെട്ടാൻ പഠിക്കാം. അപ്പോൾ നമ്മൾ പൊതുവെ പറയാറുണ്ട് ചിരിച്ചാൽ ആയുസ് വർദ്ധിക്കും എന്നതിൽ. അപ്പോൾ വൺസ് അപ്പോൺ എ ടൈമിൻ്റെ ഈ വേദിയിൽ എത്തിയിട്ട് നമുക്കെല്ലാവർക്കും മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ ചിരിക്കാൻ എല്ലാവർക്കും അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചേട്ടാ സൂപ്പർ ആയിട്ടുണ്ട്. ഒരു ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ പറഞ്ഞ് നമ്മൾ എല്ലാവരും ചിരിപ്പിച്ചിട്ടുണ്ട് അല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സ്റ്റെഫി എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യ പ്രണയം? +2. പുള്ളി നിങ്ങൾ പറഞ്ഞ കറക്റ്റാ? സത്യം. ആ പുള്ളി അതാ പറഞ്ഞ +2 1, പിന്നെ കുറെ അല്ല 1 വേ ഒക്കെ ഉണ്ട് കേട്ടോ, എല്ലാം ഒന്നും അങ്ങനല്ല, അങ്ങനെ എല്ലാം വർക്കൗട്ടാവത്തില്ല. അല്ല പിന്നെ എന്റെ ഹസ്ബൻഡ് തന്നെ അറ്റത്ത് ഓൺലി 1 അറ്റത്തല്ല അല്ല ഹസ്ബൻഡ് ആയി കഴിഞ്ഞു പിന്നെ നമ്മള് സെറ്റിലായി. അതെ അതെ. ജോമറ്റ് ജോമറ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? എനിക്കറിയില്ല. ജോമറ്റ് എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ് എന്നൊരു അർത്ഥമുണ്ട്, ഒരു മോട്ടിവേറ്റർ എന്നൊരർത്ഥമുണ്ട്. അറിയുമോ? അത് വീട്ടിൽ പോയിട്ടൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം.
പേരുകളുടെ അർത്ഥം സെർച്ച് ചെയ്തിട്ട് ജോമറ്റ് എന്ന് സെർച്ച് ചെയ്താൽ അങ്ങനെ ഒരു അർത്ഥമുണ്ട്. അത് യാദൃശ്ചികമായിട്ട് വന്നതായിരിക്കും. 3-4-5 തമാശകൾ വ്യക്തമായ ടൈമിങ്ങിൽ കൃത്യമായിട്ട് പഠിച്ച് ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്തു എന്നുള്ളത് ജോമറ്റിന്റെ ഒരു വലിയ മിടുക്കാണ്. ജോമറ്റ് ഈ ST കൊടുക്കുന്ന പിള്ളേരെ കണ്ടക്ടർമാർക്ക് അന്ന് കണ്ടുവിടെന്ന് പറയുന്നത് കുറേ ബസ്സുകളിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത് പെങ്കൊച്ചുണ്ടായിരുന്നു, ബിന്ദു എന്ന് പറഞ്ഞിട്ട്. ഒരു ദിവസം അപ്പോൾ ചിലപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കോളേജ് വിദ്യാർത്ഥികളല്ല എന്നൊക്കെ തോന്നിയാൽ ഇവർ ID കാർഡ് കാണിക്കാൻ പറയും. അതായത് നമ്മൾ തലയോലപ്പറമ്പ് കോളേജിൽ പഠിക്കുന്ന വെള്ളൂർ താമസിക്കുന്ന ഞാൻ കോട്ടയം ബസ്സിൽ കയറി ടെസ്റ്റ് അടിക്കും, കോട്ടയത്ത് സിനിമ കാണാൻ പോകും. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, ഇടയ്ക്ക് പിള്ളേർ ഇങ്ങനെ ചെയ്യും. അപ്പോൾ ID കാർഡ് കാണിച്ചെന്ന് പറയും. ഈ ബിന്ദു ഒരു ദിവസം സാരി എടുത്തുകൊണ്ടുവന്നു കോളേജിൽ, ടീച്ചേഴ്സ് ഡേ പോലെ എന്തോ ഒരു ദിവസത്തിന്. എന്നിട്ട് ഈ ST കൊടുക്കാൻ പോയപ്പോൾ കണ്ടിട്ട് സാരിയെ കൊടുത്തൊരു പെങ്കൊച്ച് STക്ക് പോകേണ്ട കാര്യമില്ലോ, ID കാർഡ് കാണിച്ചേ എന്ന് പറഞ്ഞു. കൊച്ചിനെ നോക്കി ഇയാൾ ID കാർഡ് മേടിച്ചു. ബസ് ഓടുക, കണ്ടക്ടറാ, ചെറുപ്പക്കാരെ കണ്ടക്ടറാ. കുറച്ചേരം ID കാർഡ് നോക്കും. ഫോട്ടോയിൽ കാണുന്നേക്കാളും നേരിട്ട് കാണാനാ ഭംഗിയെന്ന്. നമ്മളോർത്ത് ST കിട്ടത്തില്ലെന്ന്. ഇവൻ ഒരു സെക്കൻഡ് കൊണ്ട് ഇവൻ അങ്ങ് പോയി, എവിടെയോ എങ്കയോ പോയി, ചെറിയൊരു നോട്ടം നോക്കിയിട്ട്. നിങ്ങളുടെ പ്രകടനം എന്തായാലും വളരെ നന്നായിരുന്നു. ജോമറ്റ് നല്ല രസമുണ്ടായിരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചതും ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മറന്ന് ചിരിച്ചതും ഇലക്ഷൻ കഴിഞ്ഞ് ആരെങ്കിലും പ്രചരണത്തിന് ഇറങ്ങുമോ എന്നുള്ളൊരു സാധനം. പറഞ്ഞ ടൈമിങ് എല്ലാം ഗംഭീരമായിരുന്നു കേട്ടോ. കാര്യം നമുക്ക് ഈ പറയുന്ന പോലെ നിങ്ങളുടെ ഫേസ് കണ്ടാൽ അറിയാം, കാര്യം നിങ്ങളുടെ ഉള്ളിലുള്ള നിഷ്കളങ്കത എന്താണെന്നുള്ളത് അറിയാം. ആദ്യമായിട്ടാണ് ചെയ്യണേ, സ്റ്റാൻഡപ്പ് കോമഡി ആദ്യമായിട്ടാണ് ചെയ്യണേ. എന്തായാലും ഇതൊരുപാട് യാത്ര ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. നിങ്ങൾ ഈ പറയുന്ന പരമാവധി എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി മുമ്പോട്ട് പോട്ടെ. പോസിറ്റീവ് വൈബ് അതെ, പോസിറ്റീവ് ആയിട്ട് അത് തന്നിട്ടുണ്ട് നമുക്ക് കേട്ടോ. താങ്ക് യു സോ മച്ച് അതിന്. അപ്പൊ ഇനിയും വരണം. തീർച്ചയായിട്ടും വരും. അപ്പൊ താങ്ക് യു സോ മച്ച്. വൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2 ഇന്നത്തെ എക്സലൻസ് അവാർഡ് സെഗ്മെന്റിൽ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് മലയാള സിനിമയിലെ പിന്നണി ഗായകനായ ഒട്ടനവധി സിനിമകളിൽ രാജമാണിക്യം, കഥ പറയുമ്പോൾ തൊമ്മനും മക്കളും തുടങ്ങിയ 123ഓളം സിനിമകളിൽ പിന്നണി ഗായകനായ നമ്മുടെ സ്വന്തം പ്രദീപ് പള്ളുരുത്തി ചേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം പ്രദീപ് പള്ളുരുത്തി. പ്രതികേട്ടാ, എനിക്ക് ആ വരവ് ഇഷ്ടപ്പെട്ടു. നമ്മുടെ രാജമാണിക്യം എങ്ങനെ വരുന്നു അതുപോലെ വന്നു. അതെ, ആ ലെവലിൽപ്പെട്ട വരവാണ് പ്രതിപെട്ട മാസ് എൻട്രി. ഈ ഇവരുടെ മുഖത്ത്, നമ്മുടെ പ്രേക്ഷകരായിട്ടിരിക്കുന്ന ആൾക്കാരുടെ മുഖത്തും ഒക്കെ ഞാൻ പെട്ടെന്ന് കാണുന്ന ഒരു എക്സ്പ്രഷൻ എന്താണെന്നറിയാമോ? ഈ പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? അതായത് 123 സിനിമകളിൽ പിന്നണി ഗാനങ്ങൾ ആലപിച്ച, അത് എല്ലാവർക്കും അറിയാം. തൊമ്മനും മക്കളും, കഥ പറയുമ്പോൾ, ഇപ്പം പറഞ്ഞ രാജമാണിക്യം ഉൾപ്പെടെ ഒരുപാട് സിനിമകളിൽ പിന്നണി ഗാനങ്ങൾ ആലപിച്ചിട്ടൊരു ഗായകൻ വൺസ് അപ്പോൺ എ ടൈം എന്ന് പറയുന്ന ഒരു ഹാസ്യ പരിപാടിയിൽ വരേണ്ട ആവശ്യകത എന്തെന്നുള്ളത് പലരും ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഈ രാജമാണിക്യം പറഞ്ഞോട്ട് ഞാൻ പറയാം, അവിടെ സൈമൺ നാടാരൊന്ന് അന്വേഷിച്ച് പോകുന്നുണ്ട് ഇയാളുടെ ഭൂതകാലത്തിനെ പറ്റി. അപ്പൊ പറയുന്നുണ്ട്, ഡയമണ്ട് കച്ചവടക്കാർക്കിടയിൽ ഇയാൾ ഡയമണ്ട് രാജ, പോത്ത് കച്ചവടക്കാർക്കിടയിൽ ബെല്ല രാജ എന്ന് പറഞ്ഞ പോലെ പാരഡിക്കാർക്കിടയിൽ ഇയാൾ പാരഡി രാജ, പിന്നണി ഗായകർക്കിടയിൽ ഇയാൾ പിന്നണി രാജ, കോമഡിക്കാർക്കിടയിൽ പുള്ളി കോമഡി രാജ. അതുപോലെ ഓഡിയോ കാസറ്റുകൾ, ഓണത്തിന് സിനിമ ഇറങ്ങുന്നത് പോലെ കേരള സംസ്ഥാനത്തിൽ ഓഡിയോ കാസറ്റുകൾ ഇറങ്ങുന്ന കാലത്ത് ഇവിടെയുള്ള കോമഡി ഓഡിയോ കാസറ്റുകളുടെ ആ മേഖലയിൽ നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരുപാട് ഹിറ്റ് പാരഡി ഗാനങ്ങൾ പാടിയ, ഭക്തി ഗാനങ്ങൾ പാടിയ, സിനിമ പാട്ടുകൾ പാടിയിട്ടുള്ള ഒരാളാണ് ഒരു പാവം പള്ളുരുത്തിക്കാരൻ. വ്യത്യസ്തനായൊരു ബാർബറാം ബാലനെ സത്യത്തിൽ പലരും തിരിച്ചറിഞ്ഞില്ല, പക്ഷെ ഞങ്ങൾ തിരിച്ചറിയുന്നു. വലിയ സന്തോഷം പ്രദീപേട്ട ഇവിടെ വന്നതിനകത്ത്. താങ്ക് യു. പ്രദീപേട്ടൻ്റെ ഒരു തുടക്കം മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ടായിരുന്നു, പാട്ടുകാരനായിട്ടായിരുന്നു? എന്തായിട്ടായിരുന്നു പ്രദീപേട്ടൻ്റെ തുടക്കം? ഞാൻ തുടങ്ങുന്നത് ഞാനൊരു ഗാനമേള പാട്ടുകാരനായിട്ടാണ്. അതിനുശേഷം കൊച്ചിൻ മിമി എന്ന് പറയുന്ന ഒരു പാരഡി റൈറ്ററെ ഞാൻ കണ്ട് മുട്ടുകയാണ്. ആദ്യം മാർക്കോസിയറിൻ്റെ ഒരു 10 പാട്ടുകളുടെ ട്രാക്ക് പാടാൻ വേണ്ടി ഞാൻ അന്ന് ഹരിശ്രീ സ്റ്റുഡിയോ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ചെന്നപ്പോഴാണ് ഈ അദ്ദേഹം എന്നെ കാണുന്നതും എൻ്റെ ശബ്ദം പാരഡിക്ക് പറ്റിയ ശബ്ദമാണെന്ന് വിചാരിക്കുന്നതാണെന്ന് തോന്നുന്നു. അത്തരം പാട്ടുകൾ പാടിയത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വ്യത്യസ്തനായ ഒരു ബാർബറാം ബാലനൊക്കെ പാടുമ്പോൾ ഒട്ടും പ്രയാസം തോന്നിയില്ല. കാരണം എന്നോട് M. ജയചന്ദ്രൻ സാർ പറഞ്ഞു, ഈ പാട്ടിൽ കുറേ അധികം ആളുകൾ വരുന്നുണ്ട്, ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, അവരെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ എൻ്റെ ശബ്ദം വേരി ചെയ്യുന്നുണ്ട്. ആ വേരിയേഷൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ വേരിയേഷനായിട്ട് മാറിയെന്നുള്ളതാണ്.
പ്രതിയുടെ പാട്ടിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു വീട് പ്രവാസി ഇവിടെ വന്നിട്ട് വീട് പണിയാൻ ലോണിനായിട്ട് കഷ്ടപ്പെടുമ്പോഴും അയാളുടെ കഷ്ടപ്പാടൊക്കെ എന്താണെന്ന് നമുക്ക് ആ പാട്ടിലൂടെ തന്നെ ഒരു ചിത്രീകരണത്തിലൂടെ നമുക്ക് കാണിച്ചു പാട്ടല്ലേ? പിന്നെ വീട് പണിയുവാൻ ലോണിനായി ബാങ്കിൽ ചെന്നു ഞാൻ ഒറിജിനൽ വരട്ടെ. വീട് പണിയുവാൻ ലോണിനായി ബാങ്കിൽ നിറങ്ങി ഞാൻ ആകെ കടത്തിൽ കുടുങ്ങി ഞാൻ കെട്ടുതാലി പോലും പണയത്തിലായി കഷ്ടകാലം 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 പണിതിട്ടും പണിതിട്ടും പണി തീരാത്തൊരു എനിക്കതല്ല 10ന്റെ നോട്ടിലെ അനുപല്ലവി തുടങ്ങാം. 10ന്റെ അതായത് ഒക്ടോബർ 2 ഭാരതമാകെ അവധി കൊടുക്കുന്നു അന്ന് വിദ്യാർത്ഥികളോ കഥയറിയാതെ പുല്ലു പറിക്കുന്നു ടീച്ചേഴ്സ് കണ്ടു ചിരിക്കുന്നു 10ന്റെ നോട്ടിലും 100ന്റെ നോട്ടിലും ഗാന്ധിജി ചിരിക്കുന്നു ആ കരുണാമയനാം രാഷ്ട്രപിതാവ് പലതും സഹിക്കുന്നു. സൂപ്പർ, അടിപൊളി. എത്ര കാസറ്റിൽ പാടിയിട്ടുണ്ടാവും പ്രതിവേട്ട? ഏകദേശം ഒരു 4500ഓളം പാരഡി പാടിയിട്ടുണ്ടാവും തോന്നുന്നു. ഗിന്നസ് റെക്കോർഡാന്ന് തോന്നുന്നു. നമ്മൾ ആരെങ്കിലും കൊടുക്കണം. ഇത് വേറെ രാജ്യങ്ങളിലൊക്കെ ഇത്രമാത്രം ഇത് പ്രചാരത്തിൽ വന്നിട്ടുണ്ടോ എന്നറിയില്ല. സ്റ്റെഫി ഒരു 10-20 വർഷത്തോളം 22 ഭാഗമാണ് പുട്ടുകച്ചവടമൊക്കെ കാസറ്റ് ഇറങ്ങിയിട്ടുള്ളത് അല്ലേ? 6 പാട്ട്. അത് മാത്രമല്ല, ആ സമയത്ത് ഒരു ഓണത്തിന് 10 കാസറ്റ് ഇറങ്ങും. ഇതിലെല്ലാത്തിലും പ്രദീപേട്ടനാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. പ്രതിവേട്ടൻ ഇതിനിടയിൽ അഭിനയത്തിൽ എന്തൊക്കെയോ പലയിടത്തും കണ്ടിട്ടുണ്ടല്ലോ. പ്രതിവേട്ടൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? ഞാൻ പ്രഭുവിന്റെ മക്കൾ എന്ന് പറഞ്ഞ സിനിമ, നേരത്തെ അദ്ദേഹം എന്ന വിദ്യാഹം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ 2-3 സിനിമയിൽ ചെയ്യുന്നുണ്ട്. അല്ല, ഈ അല്ലെങ്കിൽ ഇവരെന്നെ തിരിച്ചറിഞ്ഞേനെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രദീപന്റെ കഥ പറയാം. പ്രദീപന്റെ ഈ വ്യത്യസ്തനായ ഒരു ബാർബറാം ബാലൻ ഹിറ്റായിട്ട് നിൽക്കുന്ന സമയം പ്രദീപന്റെ ഒരു ആരാധകനുണ്ടായി. കുറെ ആരാധകരുണ്ട്. അതിലൊരുത്തൻ കുറച്ചുകൂടെ ഫോൺ നമ്പറും വിളിയും ഒക്കെ കൂട്ടി ഒരു ആരാധനയിൽ നിന്നും അതൊരു ആത്മബന്ധത്തിലേക്ക് വളർത്തിയെടുക്കാൻ അവന് സാധിച്ചു. പ്രദീപേട്ടനെ ഇടയ്ക്ക് വിളിക്കും, ചേട്ടാ അതാണ് ഇതാണ് കഴിഞ്ഞിട്ട് ഇവൻ അവസാന ദിവസം വിളിച്ചു, എൻ്റെ പെങ്ങളുടെ കല്യാണമാണ്, പ്രദീപേട്ടൻ വരണം. അത് വന്നപ്പം പുള്ളി ഇപ്പോഴേ തലവലിക്കുന്ന കണ്ടു. പുള്ളിയുടെ നല്ല മനസ്സിന് പുള്ളി പെങ്ങളുടെ കല്യാണം അല്ലേ എന്നോർത്ത് പോവാന്ന് പറഞ്ഞ് പുള്ളി വണ്ടി ഓടിച്ച് ചേർത്തലയ്ക്ക് അപ്പുറത്ത് ഉൾപ്രദേശത്ത് ഒരു സ്ഥലത്ത് പോയി. അവിടെ ഇനി വണ്ടി പോകില്ല എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് നല്ല ചെളിയുള്ളൊരു വഴി കൂടെ, മഴ എന്ന് പറഞ്ഞാൽ കൊടും മഴയത്ത് ഒരു വീട്ടിൽ പോയി. അവിടെ വീട്ടിൽ പോയിട്ടപ്പോൾ ഇവൻ ഭയങ്കര ആരാധകനാണ്. പ്രദീപേട്ടൻ പാട്ടുകാരനാണ്. അവർക്ക് അത്ര മുഖപരിചയമില്ല. പ്രദീപേട്ടനെ കൊണ്ടുവന്നിട്ട് ഇവൻ ആ വീട്ടിൽ പോയിട്ട് പെണ്ണിന്റെ ചെറുക്കനുണ്ട്, ആരാ വന്നേന്ന് നോക്കിയേ. പുള്ളി ആരാ? ഇവിടുന്ന് പ്രദീപ് വെള്ളിരുത്തി, ആരാ? പുള്ളി പാട്ടുകാരനാ. ഇവരെയൊന്നും നമ്മൾ വിളിച്ചിട്ടില്ലല്ലോ എന്നൊരു ചോദ്യം കേട്ടോ. സംഗതിനറിയോ, ഇവൻ പെങ്ങളെ പോലെ കാണുന്നത്ര അയലോക്കത്തെ കല്യാണം. അത് അവന്റെ സ്വന്തം പെങ്ങൾ പോലും ഇല്ല. ഇവന് പ്രദീപേട്ടനെ അവന്റെ നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ വീട്ടിലെ പെണ്ണിന്റെ കല്യാണത്തിന് സ്വന്തം പെങ്ങളെ പോലെ കണ്ട് വിളിച്ച് കൊണ്ടുപോയ കല്യാണത്തിന് പോയ ആളാണ് ഇവിടെ നിന്നിട്ട്. പിന്നെ ഞാൻ അതിൽ വേറെ തമാശ എന്ന് വെച്ചാല്, വൈഫ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ആരാധകന്റെ കല്യാണമല്ല, ഞാൻ എന്തിനാ വരണേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, അവനാണ് വെറുതെ ഒരു ആരാധകനല്ല അവൻ, എൻ്റെ ആത്മമിത്രമാണ് അവൻ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് എൻ്റെ വൈഫ് എന്നെ ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പോൾ പറഞ്ഞ ചീത്തണ്ടല്ല. നിങ്ങൾ ഭാര്യയും കൂട്ടി പോയി അല്ലേ? ആ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതൊക്കെ ഒറ്റയ്ക്ക് പോയി മേടിച്ചു കൂട്ടണ്ടേ? ഭാര്യയും കൊണ്ട് പോയിട്ട് ചെളിയില് ആരാ? കഴിഞ്ഞ കുറേ അധികം നാളുകളിൽ തമാശ പാട്ടുകളിലൂടെ നമ്മളെ ചിരിപ്പിച്ച, സിനിമാ ഗാനങ്ങളിലൂടെ നമ്മളെ അത്ഭുതപ്പെടുത്തിയ പ്രിയ സുഹൃത്തും സഹപ്രവർത്തകനും സഹോദരനുമൊക്കെയായ പ്രദീപേട്ടൻ, അദ്ദേഹം ഫണ്ട്സ് അപ്പോൺ എ ടൈമിൻ്റെ ഈ വേദിയിൽ വന്നതിന് അദ്ദേഹത്തോടുള്ള നന്ദി ഈ അവസരത്തിൽ നമ്മളുടെ എല്ലാവരുടെയും പേര് അറിയിക്കുകയാണ്. ഒപ്പം ഞങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ചെറിയ ആദരവ് പ്രദീപേട്ടന് ഈ അവസരത്തിൽ തരികയാണ്. അത് ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
സ്റ്റെഫി ഇപ്പം ആദരവൊക്കെ കഴിഞ്ഞു. പണ്ട് പാരഡികളൊക്കെ കേൾക്കുന്ന ആളാന്ന് ഇടയ്ക്ക് നമ്മോട് പറഞ്ഞു. യഥാർത്ഥത്തിൽ നമ്മളുടെ ഒരു നാടിനെ ഇടയ്ക്കിടയ്ക്ക് പുറകോട്ട് വലിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട വിനോദം എന്ന് പറയാം. ബന്ദ് ഹർത്താൽ. ഇതിനെപ്പറ്റി കുറെ നാളുകൾ മുമ്പ് ഇറങ്ങിയ ഒരു കാസറ്റിലെ പാട്ടാണ്. ഓരോ കാലം കഴിയുന്തോറും ആ പാട്ടിന് കൂടുതൽ ബലം കൂടി വരുന്ന ഒരു പാരഡിയാണ്. 1-ാം തീയതി ഹർത്താല്, 2-ാം തീയതി ബസ് സമരം, 3-ാം തീയതി 4-ാം തീയതി റാലി, കേരള നാട്ടിലെ പണിമുടക്കിന്റെ പൂരം. 1-ാം തീയതി ഹർത്താല്, 2-ാം തീയതി ബസ് സമരം, 3-ാം തീയതി 4-ാം തീയതി റാലി, കേരള നാട്ടില് പണിമുടക്കിന്റെ പൂരം. ഇന്നത്തെ ഈ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് ആരായിരിക്കും വിൻ ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്കൊരു ചെറിയ ഇതൊക്കെ കിട്ടിക്കാണും. അവർക്ക് എന്താ സാധ്യത തോന്നുന്നുള്ളത് നമുക്ക് നോക്കാം. അവരോട് ചോദിക്കാം. നിങ്ങളിൽ ആരായിരിക്കും ജയിച്ചിട്ടുണ്ടാവുക? അത് അമൽ തന്നെ ആയിരിക്കും. അമലിനോ? ഞാൻ തന്നെ ആയിരിക്കും. അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ ചെയ്ത കാര്യത്തിൽ നമ്മൾ തന്നെ അഭിമാനത്തോടെ പറയാണ് ഞാനായിരിക്കും. ആ ഒരു കോൺഫിഡൻസ് കൊള്ളാം. എന്തുകൊണ്ടാണ് അമലായിരിക്കും അമൽ പറഞ്ഞത്? ഒരു കൗണ്ടർ പറഞ്ഞതാണ് എനിക്ക്. അല്ല, പുള്ളി പറഞ്ഞില്ലേ ഞാനായിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ തന്നെ ആയിരിക്കുന്നു. അല്ല, പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ നമുക്ക് സന്തോഷം തരുന്നത് വെച്ചാൽ ഇവിടെ വരുന്നവരെല്ലാവരും അവരവരുടെ ആഗ്രഹങ്ങളാണ് ഇത് നടത്തുക. അവർ മത്സരം അവർ തമ്മിലില്ല. മത്സരമല്ലല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു ആഗ്രഹമാണ്. അല്ലെങ്കിൽ ഒരു പാട്ടോ ഒരു ഡാൻസോ ഒക്കെ പോലെ ഇതിനൊരു ശാസ്ത്രീയമായി എഴുതപ്പെട്ട നിയമങ്ങളില്ലാത്തിടത്തോളം കാലം ഇതിന്റെ മത്സരത്തിനൊരു കൃത്യമായ വിധി നിർണയം പാടാണ് എല്ലാ കാലത്തും. അതിന് പല കാരണങ്ങളുണ്ട്. എതിരെ ഇരിക്കുന്നവനെ ചിരിപ്പിക്കുക എന്ന് പറയുന്നതിനകത്ത് എതിരെ ഇരിക്കുന്നവന്റെ മൂടനുസരിച്ചിരിക്കും. അത് തമാശയുടെ അളവ് മാത്രം എപ്പോഴും മാനദണ്ഡമല്ല. പല കാര്യങ്ങൾ അതിൽ കാരണങ്ങളായിട്ട് വരും. ഇവിടെ ഇന്ന് 2 പേരും ഒപ്പത്തിനൊപ്പം മത്സരിച്ചു. ഒരുപാട് ഏരിയകളിലൂടെ സീരിയലുകളുടെ കാര്യങ്ങളും തമാശകളും ഒക്കെ അമല് പറഞ്ഞു. ഒരു 6-7 തമാശകൾ വളരെ ഗംഭീരമായിട്ട് ജോമറ്റ് വന്ന് പറഞ്ഞു. ജോമറ്റുകളും കുറച്ച് തമാശകൾ പറഞ്ഞിട്ടുണ്ട്. അമലും കുറച്ച് തമാശകൾ പറഞ്ഞിട്ടുണ്ട്. അമല് പറഞ്ഞതുപോലെ അമലും വേണമെങ്കിൽ വിജയിക്കാം, ജോമറ്റും വേണമെങ്കിൽ വിജയിക്കാം. പക്ഷേ പറഞ്ഞ എണ്ണം കുറവെങ്കിലും പറഞ്ഞ തമാശകൾ കൃത്യമായ അളവിൽ കാച്ചിക്കുറുക്കി ഭംഗിയായി പ്രസൻറ്റ് ചെയ്ത കാര്യം കൂടെ കണക്കാക്കുമ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ 1-ാമൻ 2-ാമനില്ല തുല്യതയിൽ ഒരല്പം കൂടുതൽ നമ്മളെ ചിരിപ്പിച്ചതെന്ന് തോന്നുന്നത് ജോമറ്റാണ്. ജോമറ്റ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിജയിയായി മാറുന്നു.